ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇൻട്രോ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അഫ്സൽക്ക വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ പോവുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ അപ്പം നമ്മളിന്ന് നാട്ടിൽ പോവാണ്, എല്ലാം സെറ്റ് ചെയ്ത് അഫ്സൽക്കയും ജസ്മൽക്കയാണ് എയർപോർട്ടിലെത്തുന്നത്. ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി, എല്ലാം ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മൾ നമ്മുടെ ഗേറ്റിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അറിയാനിങ്ങനെ പപ്പനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഫൈനലി ഫ്ലൈറ്റിൽ കയറാമെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് സെറ്റായി. ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ കയറാം. ഖത്തർ എയർവേസ് ആണ്, ഖത്തർ കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പം കയറിയപ്പാട് തന്നെ റയാന് ടോയ്സൊക്കെ കിട്ടി. അത് കണ്ടപ്പം റയാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറേ നേരം അത് കൊണ്ടുള്ള കളിയായിരുന്നു. പിന്നെ വേഗം തന്നെ ഞങ്ങൾക്ക് ഫുഡ് തന്ന് കയ്യിൽ ഞങ്ങളോട് പറഞ്ഞ് ലാൻഡ് ചെയ്യാനായി. അങ്ങനെ നമ്മൾ വേഗം തന്നെ 1 മണിക്കൂർ കൊണ്ട് ഖത്തറിലെത്തി. ഖത്തറിൽ വന്നിട്ട് നമ്മുടെ ഈ ടെഡ്ഡി ബിയറിനെ കാണാണ്ട് പോയാൽ മോശമല്ലേന്ന് വെച്ച് ഞാൻ വേഗം പോയി ഇതിൻ്റെ അടുത്ത് പോയി ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത ഗേറ്റിലേക്ക് പോവാണ്. തീരെ ടൈമില്ല കേട്ടോ, 1 അവർ മാത്രമേ ഉള്ളൂ. ഒരു ഗേറ്റിൽ നിന്ന് മറ്റേ ഗേറ്റിലെത്തുമ്പം തന്നെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടെഡ്ഡി ബിയറിനോട് ടെറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് പോവാണ്. ഇവിടുന്ന് പിന്നെ 4 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇന്ന് എല്ലാ സംഭവങ്ങളൊക്കെ നോക്കുകയാണ്, എന്തൊക്കെ ശരിയാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. അതാ വീണ്ടും ഞാനൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ നല്ല വ്യൂ ആണ്. അങ്ങനെ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ പുലാവാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും വെജിറ്റബിളും ഫിഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ട്, പുഡിംഗ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ റയാൻ അധികം ഫുഡ് കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പുഡിംഗ് മാത്രം. അതൊക്കെ അതിനൊന്ന് ഇറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചി എത്തി. പിന്നെ കുറേ നേരം നമ്മൾ ലഗേജിന് വെയിറ്റ് ചെയ്ത് ലഗേജൊക്കെ കിട്ടിയപ്പോൾ അതെല്ലാവരും എത്തിയിട്ടുണ്ട്. അമാനൊക്കെ ഉറക്ക ക്ഷീണത്തിലാണ്. 2 മണിക്കാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. ആരെ കാണുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ചായ കുടിക്കാൻ നമ്മൾ നേരെ വിട്ടത് കുറ്റിച്ചിറയിലേക്കാണ്. അപ്പോൾ റയാനിങ്ങനെ അമ്മാനിങ്ങനെ റയാൻ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ കുറ്റിച്ചിറയിൽ പണ്ട് മുതലേ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ചാമ്പ്യൻസ് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ബീഫും പൊറാട്ടയൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും പൊറാട്ട തിന്നാനുള്ളൊരു മൂഡിലല്ലാത്തതിന് ഞാൻ വെള്ളപ്പാണ് കഴിച്ചിട്ടുള്ളത്. അബ്ദുൾ, എങ്ങനെ ഉണ്ടായിരുന്നു? നീ എന്താ കഴിച്ചേ? സൂപ്പർ. ബാഗ് പരിശോധിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചാൽ എല്ലാവരും ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സിത്തു അമാൻ്റെ മദ്രസിലെ കാര്യങ്ങൾ വിവരിക്കുകയാണ്. മദ്രസിലെ കാര്യമൊക്കെ അവനോട് പെട്ടെന്ന് വന്നു. പക്ഷേ സിനിമയിലെ ഡയലോഗുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്ന ഒരു സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതാണ് അവൻ്റെ ആ മുഖം കൊണ്ടുള്ള ഈ എക്സ്പ്രഷൻസൊക്കെ നമ്മൾ കാണുന്നത്. പറയുന്നൊന്നും സാറിന് അങ്ങനെ പിടിക്കുന്നില്ല. അതാന്നൊരു ഇഞ്ചി കടിച്ച കളി കളിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. എന്തൊരു സുഖം. എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.